14ാമത് പമ്പ സാഹിത്യോത്സവത്തിന് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 14 വർഷമായി മുടങ്ങാതെ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമാണ് പങ്കെടുക്കുന്നത്. ടൂറിസം സാംസ്കാരിക മന്ത്രി PC വിശ്വനാഥാണ് പമ്പ സാഹിത്യോത്സവത്തിൻ്റെ മുഖ്യ സംഘാടകൻ. ഈ ഫെസ്റ്റിവലിലുള്ള പ്രത്യേകത ഇവിടെ പെർഫോമിംഗ് ആർട്സിന് കൂടി വലിയ പ്രാധാന്യം കൊടുക്കുന്നു. തീർച്ചയായും ഒരു സാംസ്കാരിക ഉത്സവം എന്ന് പറയുന്നത് അത് നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ, ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ, പുസ്തകങ്ങളെക്കുറിച്ചറിയാൻ, കലയെക്കുറിച്ചറിയാൻ, സംഗീതത്തെക്കുറിച്ചറിയാൻ ഒക്കെയുള്ള വലിയ അവസരമാണ്. അത് മുടങ്ങാതെ 13 വർഷക്കാലം സംഘടിപ്പിച്ചു. 14ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ വിഷ്ണുവിനെയും ശ്രീമതി കനകഹാമയെയും ഇക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. കലയും സാഹിത്യവും മനുഷ്യജീവിതത്തെ നവീകരിക്കുന്നതാണെന്ന് 14ാമത് പമ്പ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. എഴുത്തുകാരി S. ലക്ഷ്മി അധ്യക്ഷയായിരുന്നു. മന്ത്രി PC വിശ്വനാഥ്, തമിഴ് കവിയും MPയുമായ സൽമ, അൻവർ അലി, K. രാജഗോപാൽ, ഫെസ്റ്റിവൽ ഡയറക്ടർ കനകഹാമ തുടങ്ങിയവർ സംസാരിച്ചു. ഗാനരചയിതാക്കളായ റഫീഖ് അഹമ്മദും BK ഹരിനാരായണനും സംബന്ധിച്ച സെഷനിൽ മന്ത്രി PC വിശ്വനാഥും പങ്കെടുത്തു. തീർച്ചയായും മലയാളത്തിലെ ONV, ഭാസ്കരൻ മാഷ്, യൂസഫ് അലി കേച്ചേരി, തമ്പി സാറ്, ഇവരുടെ എല്ലാം അതേ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഒരേ സമയം കവികളും ഗാനരചയിതാക്കളുമായി മലയാളത്തിന്റെ പ്രിയപ്പെട്ടവരായി മാറിയ ശ്രീ റഫീഖ് അഹമ്മദും ഹരിനാരായണനെ ആദ്യമായി ഞങ്ങളുടെ ഈ സൗത്ത് ഇന്ത്യ റൈറ്റേഴ്സ് എക്സാമ്പിൾ ഫെസ്റ്റിവൽ ഓഫ് ഡയലോഗിലേക്ക് ഹാർദവമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സംഗീതവും സാങ്കേതിക മികവും ഒരുക്കാനാകുമെങ്കിലും രചനയുടെ പൂർണ്ണത കൈവരിക്കാനാവില്ലെന്ന് മന്ത്രി പറഞ്ഞു. എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരേ വേദിയിൽ ഒരുമിപ്പിക്കുന്ന സാഹിത്യോത്സവം മറ്റന്നാൾ സമാപിക്കും. ന്യൂസ് 18 ചെങ്ങന്നൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.